വാഹനത്തിനേക്കാളും കൂടുതൽ തുകയായി എന്നാണ് മനസ്സിലാവുന്നത്. വിവരാവകാശ പ്രകാരം ഞാനൊരു പരാതി കൊടുത്തിരുന്നു, അതിൻ്റെ ഒരു ഇത് കൊടുത്തിരുന്നു. ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള അഴിമതികൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഭരണസമിതിയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ നീക്കത്തിന് പിന്നിൽ പുതിയ വാഹനം മേടിക്കാനുള്ള നീക്കമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 4 വർഷത്തോളമായിട്ട് ഈ വാഹനം ആരുടെയും കണ്ണിൽപ്പെടാതെ. നമസ്കാരം. ഒരു കൗതുകകരമായ വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും ഇവിടുത്തെ പൊതുപ്രവർത്തകനായ അഞ്ചുതെങ്ങ് സാജനാണ്. അതായത് ഇവിടെ നിന്നും അഞ്ചുതെങ്ങ് നഗരസഭാ കാര്യാലയത്തിനടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും കാണാതായൊരു വണ്ടി KL 16J 3331 ബൊലോറോ വണ്ടി, ആ വണ്ടി ഇപ്പോൾ പടുന്നനെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഭരണമൊക്കെ മാറിയെങ്കിലും ഇതെങ്ങനെ ഇത് എങ്ങനെ തിരിച്ചു വന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതിലൊരു പക്ഷേ അതിൻ്റെ ഹിസ്റ്ററി അറിയാമെന്നുള്ള സാധനമായിരിക്കും. പറ. ഇത് ഈ വണ്ടി കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആക്ഷേപം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് ഞാനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് മാധ്യമങ്ങളിലൊക്കെ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സംഭവം ഒരു വണ്ടി മേടിച്ചതിന് ശേഷം ഒരു കോൺഗ്രസിൻ്റെ ഭരണസമിതി ഇരുന്ന കാലത്താണ് വണ്ടി മേടിക്കുന്നത്. ആ മേടിച്ച സമയത്ത് തന്നെ അവരത് ഉപയോഗിച്ചു. അതിനുശേഷം പുതിയ ഭരണസമിതി വന്നു. ഏകദേശം മാസങ്ങൾക്കകം തന്നെ ഇത് കംപ്ലൈൻ്റ് ആകുന്നൊരവസ്ഥ വന്നു. അതിനുശേഷം പിന്നെ പല തവണകളിലായിട്ട് റിപ്പയറിങ്ങിൻ്റെ പേരിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വലിയ തുക ചിലവഴിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഈ വാഹനത്തിനേക്കാളും കൂടുതൽ തുകയായി എന്നാണ് മനസ്സിലാവുന്നത്. വിവരാവകാശ പ്രകാരം ഞാനൊരു പരാതി കൊടുത്തിരുന്നു, അതിൻ്റെ ഒരു ഇത് കൊടുത്തിരുന്നു. പക്ഷേ എനിക്കതിന് കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചിട്ടില്ല. അത് എൻ്റെ പക്കലുണ്ട്. അതിന് കൃത്യമായി എന്താണ്, എങ്ങനെയാണ്, എത്ര രൂപ ചിലവഴിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ചോദ്യങ്ങളോടുകൂടിയായിരുന്നു കൊടുത്തിരുന്നത്. നിർഭാഗ്യവശാൽ അതിന് വ്യക്തമായ കണക്കുകൾ ശേഖരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് അത് കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമല്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. അപ്പോൾ അത് തന്നെ വ്യക്തമാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ മറ്റൊരു രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മുൻ ഭരണസമിതിയിലെ മെമ്പർമാരുൾപ്പെടെയുള്ളവർ പൈസ ചിലവഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് സർക്കാരിൻ്റെ നഗരസഭയല്ലേ, ഇത് പഞ്ചായത്താണ്. ഒരു വണ്ടിയാണുള്ളത്, ആകെ ഈ വണ്ടിയാണ്. നമുക്ക് ഇല്ല വന്നിട്ടില്ല. ഇപ്പോൾ ഈ നീക്കത്തിന് പിന്നിൽ പുതിയ വാഹനം മേടിക്കാനുള്ള നീക്കമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഈ വണ്ടി ഇനി ലേലം ചെയ്ത് ഇത് മാറ്റിയതിന് ശേഷം മാത്രമേ പുതിയ വാഹനം വാങ്ങിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനുള്ള നടപടികളുടെ ഭാഗമാണ് അത്. ഇത് റിപ്പയർ ചെയ്തു. ഇപ്പോഴാണിത് കുറച്ച് മോശം അവസ്ഥയിലുള്ളത്. ഇത് റിപ്പയർ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി വണ്ടി അവിടെ ഇടുകയും വണ്ടി പുറത്തിറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കട്ടപ്പുറത്താവുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ ഈ വാഹനം ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് കുറേ നാൾ ഇത് എവിടെ ഏത് വർക്ക്ഷോപ്പാണെന്ന് പോലും ആർക്കും അറിയാത്ത ഒരു വാക്ക് പറഞ്ഞു. അതായത് വണ്ടിയുടെ വിലയേക്കാളും കൂടുതൽ ഇതിന് വേണ്ടി ഒരു സംശയമില്ല ചിലവഴിച്ചിട്ടുണ്ട്. അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പിന്നെ വിവരാവകാശ പ്രകാരം പേപ്പർ കൊടുത്തത്. പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി അവർ നൽകിയിട്ടില്ല. അവർ പറയുന്നത് അത്രയും കണക്കുകൾ ലഭ്യമല്ലെന്നാണ്, അത് ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മറുപടി. അപ്പോൾ അതിന് തന്നെ വ്യക്തമാണ് അതിലെന്തൊക്കെയോ തിരിമറികൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഏതായാലും ഈ വാഹനം തിരിച്ചെത്തി എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള അഴിമതികൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഭരണസമിതിയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ വാഹനം തനത് ഫണ്ടില്ലാത്തൊരു പഞ്ചായത്താണ് നമുക്ക്, സ്വന്തമായിട്ട് വരുമാനമില്ല. ഈ വരുമാനം ഇല്ലാത്ത പഞ്ചായത്തിൽ മുമ്പ് MP ഉൾപ്പെടെ MLA ഉൾപ്പെടെയുള്ളവർ ആംബുലൻസ് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മെയിൻ്റെനൻസ് ചെയ്യാനോ അതിന് പെട്രോൾ അടിക്കാനോ നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റിവെക്കുകയും ഈ വാഹനം മേടിച്ച് ഇതിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് വ്യക്തമായിട്ടുള്ള അഴിമതിയാണ്. ഇതിന് പിന്നിൽ ഈ പറയുന്ന ഫാക്ടിന് തെളിവല്ലോ ഉണ്ടോ? ഈ പറയുന്ന ആംബുലൻസ് വേണ്ടെന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഭരണസമിതി അറിയിച്ചതാണ്. MP ഫണ്ടെന്ന് കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. MLAയും 5 തെങ്ങ് പഞ്ചായത്തിന് വാഹനം കൊടുക്കാൻ തയ്യാറായിരുന്നു. ഇവർ വേണ്ടെന്ന് ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞതാണ് അവർക്ക് വേണ്ട. വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റിന് അത് അനുയോജ്യമായിരിക്കില്ല. അതെ, വാഹനം പെട്ടെന്ന് ചീത്തയാവും. അതിൻ്റെ മെയിൻ്റനൻസോ അതിൻ്റെ പെട്രോൾ അടിക്കാനോ സാധിക്കില്ല. പഞ്ചായത്തിന് തനത് ഫണ്ടില്ല എന്നുള്ളത് സാധിക്കില്ല എന്ന് കഴിഞ്ഞ ഭരണസമിതി പറഞ്ഞതാണ്. അതാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു വാഹനം മേടിക്കുകയും അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ കുറേ ചിലവ് നടത്തുകയും ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 4 വർഷത്തോളമായിട്ട് ഈ വാഹനം ആരുടെയും കണ്ണിൽപ്പെടാതെ ഇത് ആദ്യമായിട്ട് ഇത് ഇവർ ക്രെയിനിലോ മറ്റോ ആണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഇവിടെ എത്തിച്ചപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ ഇവിടെ എത്തുകയും പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ അത് സെക്രട്ടറിയായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ സെക്രട്ടറി പറയുന്നത് ഇത് ലേലം ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഞാനൊരു കൗതുക വാർത്തയെന്ന് പറഞ്ഞാലും ഞാൻ പല 100 ആവർത്തി ഞാൻ വാർത്തകൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആരും കുടുംബത്തിൽ നിന്നൊന്നും കൊടുക്കുന്ന കാശല്ല, അതൊക്കെ നമ്മുടെ നികുതി കാശാണ് ഈ കിടന്ന് ഇങ്ങനെ ആവുന്നത്. ഒരു ആംബുലൻസ് വരുന്നപ്പോഴത്തേക്ക് എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞാണ് ആംബുലൻസ് വരാൻ വേണ്ട, ഉപ്പുകാറ്റുണ്ട്, 5 തെങ്ങ് ഏരിയയാണ്, അറിയാലോ, ഉപ്പുകാറ്റുണ്ടാവും, അതുകൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആംബുലൻസിനെ ഒഴിവാക്കിയിട്ട് ഈ വണ്ടിക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയെന്നാണ് ഇപ്പോൾ അങ്ങോട്ട് അജിത് സാജൻ നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും
ഇത് ബന്ധപ്പെട്ട ഏജൻസികളൊക്കെ അന്വേഷിക്കട്ടെ, കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. നഷ്ടം ആരെ കയ്യിൽ നിന്നാണ് ഉണ്ടായത്, ആ നഷ്ടം തിരിച്ച് ഖജനാവിലേക്ക് പോട്ടെ. വിസ്മയസിനുണ്ട് ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം സെയ്ദ് മാരാർ സൈനിക.